ഇന്ന് നമ്മൾ കാറ് വിൽക്കുന്നത്, കാറ് വാങ്ങുന്നത്, അതേപോലെ കാറുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ എന്താ യാത്രയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ സെന്റൻസുകൾ നമുക്ക് എന്നും ആവശ്യമുള്ളതാണ്. ഇത് കൂടുതലും പുരുഷന്മാർക്കായിരിക്കും പ്രയോജനപ്പെടുന്നത്, കാരണം അവരാണല്ലോ കാറ് വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ അവരാണ്. അപ്പോൾ അവർക്ക് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിത് ക്ലാസ് കേൾക്കുക, പഠിക്കുക. പിന്നെ അതേപോലെ മറ്റൊന്ന് ഓർക്കുക, നമ്മൾ 30 ദിവസത്തെ ചലഞ്ച് എന്ന പോലെ നമ്മൾ ഗ്രാമർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. 5 ദിവസത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം സെൻറ്റൻസുകൾ ക്രിയേഷൻ എത്ര പഠിച്ചിട്ടും എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരുണ്ട്. പിന്നെ നമ്മുടെ വെക്കേഷൻ കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളൊരു ക്ലാസ്സാണ് 30 ദിവസത്തെ എടുക്കുന്നത്. നിങ്ങളതൊന്ന് കണ്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നമുക്ക് കാറ് വാങ്ങിക്കാം. അപ്പോൾ കാറ് വാങ്ങിക്കാൻ ചെല്ലും. കാറ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറയും? എനിക്കൊരു കാറ് വാങ്ങണം. നമ്മുടെ ഒരു ആഗ്രഹം പറയും അല്ലേ? ആഗ്രഹം പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഐ വാണ്ട് ടു ബൈ എ കാർ. ഇപ്പോൾ ഗ്രാമർ ഒന്നും വേണ്ട, നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ കാണാതെ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഐ വാണ്ട് ടു ബൈ എ കാർ. എനിക്കൊരു കാറ് വാങ്ങണം. അപ്പോൾ നമ്മൾ കാറ് വാങ്ങിക്കാൻ ഷോപ്പിലെത്തുമ്പോൾ അവർ ചോദിക്കും, ഏത് തരം കാറാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലേ? ഏത് തരം കാറിനോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ ചോദിക്കും. വാട്ട് ടൈപ്പ് ഓഫ് കാർ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ? അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ തരാം. കാരണം ഓരോ പ്രിപ്പോസിഷനും ഓരോ വാക്കുകൾ കഴിയുമ്പോൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ട്. ആ നിർബന്ധം കൃത്യമായിട്ടും നമ്മൾ പാലിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാതെ തന്നെ പഠിക്കണം. ആ പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ ക്ലാസ് നിങ്ങൾ കേൾക്കുക. കാരണം ഓരോ വാക്കുകളും കഴിയുമ്പോൾ ഇത് വരണം എന്ന നിയമം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് കാർ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ? ഏത് തരം കാറാണ് നിങ്ങൾക്ക് താല്പര്യം? ഏത് തരം കാർ വാങ്ങിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് കാർ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ? അപ്പം നമ്മൾ പറയാണ്, എനിക്ക് ഉപയോഗിച്ച കാറാണ് എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹം. അതെങ്ങനെ പറയുക? ഐ ആം ലുക്കിംഗ് ഫോർ എ യൂസ്ഡ് കാർ. ഐ ആം ലുക്കിംഗ് ഫോർ എ യൂസ്ഡ് കാർ. യൂസ്ഡ് കാറാണ് ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതാണ് നോക്കുന്നത്. ഐ ആം ലുക്കിംഗ് ഫോർ എ യൂസ്ഡ് കാർ. അപ്പോൾ അവർ ചോദിക്കുക, എത്രയാണ് ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത്? എത്രയാണ്, എത്ര രൂപ വരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ്? വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ് എന്ന് ചോദിക്കുക. വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ്? നമുക്കൊരു കാറ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഈ കാർ ഇഷ്ടമായി. ഐ ലൈക്ക് ദിസ് കാർ. ഐ ലൈക്ക് ദിസ് കാർ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. പുരുഷന്മാർക്കാണ് ഇത് കൂടുതൽ അറിയുക. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ AC-യോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ. എനിക്ക് വലിയ വിവരമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ച് കേട്ടത് വെച്ചിട്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ അവർ കാറ് വാങ്ങിക്കുമ്പോൾ ഉടനെ ചോദിക്കും, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ features of this car? What are the features of this car? പറയൂ, പുരുഷന്മാർ പറയൂ. are the features of this car? ഈ കാറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതിന് AC ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? Does it have air conditioning? Does it have air conditioning? ഉണ്ടോ? Does it have air conditioning? ഇതിന് AC ഉണ്ടോ എന്ന് ചോദിക്കുന്നു. വാട്ട് അബൌട്ട് ദ ഫ്യൂവൽ എഫിഷ്യൻസി? എന്താണ്? എത്രമാത്രം എണ്ണ ഇതിനകത്ത് കൊള്ളും അല്ലെ? അതിനെന്താ പറയുന്നത്? മൈലേജ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വാട്ട് അബൌട്ട് ദ ഫ്യൂവൽ എഫിഷ്യൻസി ചോദിക്കൂ. വാട്ട് അബൌട്ട് ദ ഫ്യൂവൽ എഫിഷ്യൻസി? ഇന്ധനക്ഷമത എത്രമാത്രം ഉണ്ട്? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് അബൌട്ട് ദ ഫ്യൂവൽ എഫിഷ്യൻസി? പിന്നെ നമ്മളിത് കാറ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ചോദിക്കും, എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഐ ടേക്ക് ഇറ്റ് ഫോർ എ ടെസ്റ്റ് ഡ്രൈവ്? Can I take it for a test drive? എങ്ങനെ ചോദിക്കുക? Can I take it for a test drive? എന്തെങ്കിലും വാറണ്ടി ഉണ്ടോ ഇതിന്? Is there any warranty? Is there any warranty? Is there any warranty? അപ്പോൾ there is, there are ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? കഴിയുമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
ഈസ് ദെയർ എനി വാറന്റി? വാട്ട് ഈസ് ദ പ്രൈസ്? പ്രൈസ് എത്രയാണ്? വാട്ട് ഈസ് ദ പ്രൈസ്? പിന്നെ നമ്മൾ പിന്നെ അത് എടുക്കാം എന്നൊക്കെ ആലോചിച്ചാൽ പൊതുവേ നമ്മൾ പെട്ടെന്നൊന്നും എടുത്തുകൊണ്ട് വരില്ല കാറല്ലേ. കാറൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കാം എന്ന് പറയാം അല്ലേ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയും. അതെങ്ങനെ പറയാ? ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ കാറ് വാങ്ങിക്കാൻ പോകുമ്പോഴാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ നമ്മൾ കാറ് വിൽക്കാൻ വെച്ചേക്കുവാണ്, നമ്മൾ ഒരാളോട് ഫോണിലൂടെ സംസാരിക്കുകയാണ്, എൻ്റെ കാറ് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, എങ്ങനെ അന്നേരം പറയുക? മൈ കാർ ഈസ് ഫോർ സെയിൽ. വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതാണ്. മൈ കാർ ഈസ് ഫോർ സെയിൽ. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആ ആള് ചോദിക്കും, നിങ്ങൾ എത്ര രൂപയാണ് കാറിന് ചോദിക്കുന്നത്? ചോദിക്കല്ലേ, എത്ര രൂപയാണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ആസ്കിംഗ് പ്രൈസ്? വാട്ട് ഈസ് ദ ആസ്കിംഗ് പ്രൈസ്? എത്ര രൂപയാണ് ചോദിക്കുന്നത്? ആസ്കിംഗ് പ്രൈസ്. വാട്ട് ഈസ് ദ ആസ്കിംഗ് പ്രൈസ്? എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഇതെപ്പോഴാണ് വാങ്ങിയത് ചോദിക്കൽ. വെൻ ഡിഡ് യു ബൈ ഇറ്റ്? എപ്പോഴാണ് ഇത് വാങ്ങിച്ചത്? വെൻ ഡിഡ് യു ബൈ ഇറ്റ്? പിന്നെ നമ്മൾ പറയും ഇതിന് മൈലേജ് കുറവാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ വിൽക്കുന്നത്. ഇതിന് മൈലേജ് കുറവാണ്. എങ്ങനെ പറയും? ഇറ്റ് ഹാസ് ലോ മൈലേജ്. ഇറ്റ് ഹാസ് ലോ മൈലേജ്. കുറഞ്ഞ മൈലേജേ ഉള്ളൂ. ഇറ്റ് ഹാസ് ലോ മൈലേജ്. പിന്നെ നമ്മൾ പറയും ഇതിന് എന്താ പറയുക, ഇത് കണ്ടീഷനാണോ, അതായത് എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. ഡു യു ഹാവ് ദ സർവീസ് ബുക്സ്? സർവീസ് ബുക്സ് ഒക്കെ ഉണ്ടോ? ഡു യു ഹാവ് ദ സർവീസ് ബുക്സ്? ഡു യു ഹാവ് ദ സർവീസ് ബുക്സ്? ഡു യു ഹാവ് ദ സർവീസ് ബുക്സ്? എൻ്റെ കൂടെ കേട്ട് തന്നെ പുരുഷന്മാർ പറയുക. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉപയോഗപ്പെടുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം. സമ്മൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് യുവർ കാർ. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ തന്നെ പറ. someone is interested in buying your car. ഒരാള് കാറ് വാങ്ങിക്കാൻ, ഈ കാറ്, നിങ്ങളുടെ കാറ് വാങ്ങിക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. someone is interested in buying your car. അപ്പൊ ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി നമ്മൾ കാറ് വിറ്റു, കാറ് വാങ്ങിക്കാൻ പോയി, ഇനി കാറ് വാങ്ങിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോലീസ് കേസിലൊക്കെ നമ്മൾ പെടും അല്ലേ. അത് സ്വാഭാവികം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് എങ്ങനെ സംസാരിക്കാം നോക്കാം കേട്ടോ. മൈ കാർ ബ്രോക്ക് ഡൗൺ. എൻ്റെ കാറ് കേടായി. നമ്മൾ വൈറ്റ് സൈഡിലൊക്കെ കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് കേടായി എന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാണ്? മൈ കാർ ബ്രോക്ക് ഡൗൺ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ. മൈ കാർ ബ്രോക്ക് ഡൗൺ. എൻ്റെ കാറ് കേടായി. മൈ കാർ ബ്രോക്ക് ഡൗൺ. എൻ്റെ കാറ് കേടായി. ഐ ഹാഡ് എ മൈനർ ആക്സിഡന്റ്. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ഐ ഹാഡ് എ മൈനർ ആക്സിഡന്റ്. വലിയ ആക്സിഡന്റ് അല്ല, ചെറിയ ആക്സിഡന്റ് പറ്റി എന്ന് നമ്മൾ ഹാർഡാണ് ഉപയോഗിച്ചത്, കാരണം രോഗങ്ങൾ. ഐ ഹാഡ് എ മൈനർ ആക്സിഡന്റ്. ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അല്ലേ. വേർ ഈസ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ? എവിടെയാണ് ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ? വേർ ഈസ് ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ? ബിക്കോസ് ഐ നീഡ് ടു ഇൻഫോം an accident. Where is the nearest police station? Because I need to inform an accident, or അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, I need to report an accident. എനിക്ക് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? Can I see your driving license and registration? ഇതെല്ലാം എന്നെ ഒന്ന് കാണിക്കണം. Can I see your driving license and registration? അപ്പോൾ നമ്മൾ കുറേ സെന്റൻസുകൾ അങ്ങനെയും പഠിച്ചല്ലേ. ഇനി നമ്മൾ യാത്രയിൽ, നമുക്ക് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ സെന്റൻസുകൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തിട്ട് ബാക്കി കേൾക്കുക കേട്ടോ. പിന്നെ മറ്റൊന്ന്, എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ്റെ ആ ബെൽ ബട്ടൻ്റെ അവിടത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും വണ്ടി നിർത്താം, അതെങ്ങനെയാ പറയുക? ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ സം ഫുഡ്. ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ സം ഫുഡ്. ലെറ്റ്സ് സ്റ്റോപ്പ് ഫോർ സം ഫുഡ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്താം. ഇനി നമുക്ക് കുറച്ച് നേരം ഇറങ്ങി നിൽക്കാന്നൊക്കെ നമ്മൾ പറയും അല്ലേ. മടുത്തു, ബ്രേക്ക് എടുക്കാം. വി നീഡ് ടു ടേക്ക് ബ്രേക്ക്. എനിക്ക് കാറ് കഴുകണം,
ഐ നീഡ് ടു വാഷ് കാർ. ഐ നീഡ് ടു വാഷ്, കഴുകണം. കാർ സർവീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഐ നീഡ് ടു ഗെറ്റ് ദ കാർ സർവീസ്ഡ്. ഐ നീഡ് ടു ഗെറ്റ് ദ കാർ സർവീസ്ഡ്. കാർ ഒന്ന് സർവീസ് ചെയ്യണം. ഐ നീഡ് ടു ഗെറ്റ് ദ കാർ സർവീസ്ഡ്. ഐ നീഡ് ടു കോൾ എ മെക്കാനിക്. എനിക്കൊരു മെക്കാനിക്കിനെ വിളിക്കണം. ഐ നീഡ് ടു കോൾ ദ മെക്കാനിക്. ഓൾവേസ് വെയർ ദ സീറ്റ് ബെൽറ്റ്. ഓൾവേസ് വെയർ ദ സീറ്റ് ബെൽറ്റ്. എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുക. കാറിൽ AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അതെങ്ങനെ പറയാം? ദ എയർ കണ്ടീഷൻ ഈസ് നോട്ട് വർക്കിംഗ്. ഈസ് നോട്ട് വർക്കിംഗ്. ഇതൊക്കെ പല രീതിയിലും പറയാം കേട്ടോ. ഇതൊരു ഈസി മെത്തേഡ്, അത്രയേ ഉള്ളൂ. ദ കാർ ഈസ് മേക്കിംഗ് എ സ്ട്രേഞ്ച് നോയ്സ്. എന്തോ ഒരു ശബ്ദം കാർ കേൾപ്പിക്കുന്നുണ്ട് അല്ലെ? ഒരു ചില സമയത്ത് നമുക്ക് പരിചയമില്ലാത്തൊരു സൗണ്ട്. അതെങ്ങനെ പറയാം? കാർ ഈസ് മേക്കിംഗ് സ്ട്രേഞ്ച് നോയ്സ്. ഐ ഹാവ് എ ഫ്ലാറ്റ് ടയർ. എൻ്റെ ടയറ് പഞ്ചറായി. ഐ ഹാവ് എ ഫ്ലാറ്റ് ടയർ. എൻ്റെ ടയറ് പഞ്ചറായി. എങ്ങനെ പറയാം? ഫ്ലാറ്റ് ടയർ. ടയർ പഞ്ചറായി. ഈസ് ഇറ്റ് ഓക്കെ ടു പാർക്ക് ഹിയർ? ഇവിടെ പാർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഈസ് ഇറ്റ് ഓക്കെ ടു പാർക്ക് ഹിയർ? ഇവിടെ പാർക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെ എത്തി. വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഞങ്ങൾ ഇവിടെ എത്തി. ഡോണ്ട് ഫോർഗെറ്റ് യുവർ ബിലോങ്ങിങ്സ്. നിങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ മറക്കരുത് നമ്മൾ പറയും. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങും അല്ലെ? ഡോണ്ട് ഫോർഗെറ്റ് യുവർ ബിലോങ്ങിങ്സ്. ഞങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെ പറയാം? വി ആർ സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. വി ആർ സ്റ്റക്ക് ഇൻ ട്രാഫിക്. ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കാൻ നമ്മൾ വേറെ വഴികളുണ്ടോ എന്ന് അന്വേഷിക്കും അല്ലെ? ഈസ് ദയർ എ ഷോർട്ടർ വേ? ഷോർട്ടർ വേ എന്തെങ്കിലും ഉണ്ടോ? ഈസ് ദയർ എ ഷോർട്ടർ വേ? ഐ തിങ്ക് വി ആർ ലോസ്റ്റ്. എനിക്ക് തോന്നുന്നത് നമ്മൾ വഴി തെറ്റിന്നാണ്. ഐ തിങ്ക് വി ആർ ലോസ്റ്റ്. ഐ തിങ്ക് വി ആർ ലോസ്റ്റ്. എനിക്ക് തോന്നുന്നത് വഴി തെറ്റിന്നാണ്. ഐ തിങ്ക് വി ആർ ലോസ്റ്റ്. സീറ്റ് ബെൽറ്റ് ഇടാൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബക്കിൾ അപ്പ്. അതിനകത്ത് ഇട്ട് വെക്കുന്നത് അല്ലെ? ബക്കിൾ അപ്പ്. അതിന് നമുക്ക് പറയാം ബക്കിൾ അപ്പ്. അപ്പൊ ഇന്ന് നമ്മൾ കുറേ സെന്റൻസ് കാറുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ ഇത് നമുക്ക് എന്നും പ്രയോജനപ്പെടുന്ന സെന്റൻസുകളാണ്. കാറ് വിൽക്കാൻ, കാറ് വാങ്ങിക്കാൻ, കാറ് വാങ്ങിച്ച് കഴിയുമ്പോൾ അപരിചിതരോടോ പോലീസിനോടോ ഒക്കെ സംസാരിക്കേണ്ട രീതി, യാത്രയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ, ഇതുമായി ബന്ധപ്പെട്ട് കുറേ സെന്റൻസുകൾ. നിങ്ങളിത് ഗ്രാമർ ഒന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പറഞ്ഞു പഠിക്കുക. അപ്പോൾ കുറേ സെൻറ്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തന്നെ പതിഞ്ഞു കിടക്കും. അപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എന്നും കാറൊക്കെ ഓടിക്കുന്നവർക്ക്, കാറിനല്ല എന്ത് വാഹനവും ഓടിക്കുന്നവർക്ക് ഈ സെൻറ്റൻസുകൾ എന്നും പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുകയാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക. പിന്നെ മറ്റൊന്ന്, കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-4 കഥകളായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കഥകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളും മുതിർന്നവരും ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രിപ്പോസിഷൻ കോമ്പിനേഷൻ എന്ന്, അങ്ങനെ പല ടെക്നിക്കുകളും നമുക്ക് കഥകളിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഇംഗ്ലീഷൊക്കെ കേട്ട് ഗ്രാമറൊക്കെ പഠിച്ച് നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ ഇനി നിങ്ങൾ സംസാരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇതാ വന്നെത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ എൻ്റെ നമ്പർ കാണാതെ അറിയാം. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് സംസാരിച്ചു തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.